നീർച്ചാലിനരികെ നടപ്പെട്ട വൃക്ഷം പോലെയാണ് നീ. കേരളത്തിൽ 44 നദികളുണ്ട്. അതിലേറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി. ഈ നദിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈബിളുമായി ബന്ധപ്പെട്ട് 8 നദികളാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട നദിയാണ് നൈൽ നദി. അത് ഈജിപ്തിലാണ്. നദിയുടെ പ്രത്യേകത നമുക്കറിയാം. നദിയുടെ ഇരുതീരങ്ങളിലും പച്ചപ്പാർന്ന ഇടതൂർന്ന വൃക്ഷങ്ങളും ചെടികളും ധാരാളമുണ്ടാകും. നദിയിൽ നിന്നാണ് മൃഗങ്ങളും മനുഷ്യരുമെല്ലാം ജലം പാനം ചെയ്യുന്നത്. നദി എപ്പോഴും സമൃദ്ധിയുടെ അടയാളമാണ്. നദിയുടെ ചുറ്റുമാണ് വ്യവസായങ്ങൾ വളർന്നു വരുന്നത്. നദിയുടെ ചുറ്റുമാണ് മനുഷ്യർ വന്ന് താമസിക്കുന്നത്. നദിയിലൂടെയുള്ള യാത്രകൾ കൗതുകവും ഉല്ലാസകരവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. ഈ 50 നോമ്പിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു നദിയായി സങ്കല്പിക്കാം. നമ്മുടെ തീരങ്ങളിൽ, നമ്മുടെ സാമീപ്യങ്ങളിൽ എത്ര പേർക്ക് പച്ചപ്പാർന്ന ജീവിതം നൽകുന്നുണ്ട്? ഇരുളടഞ്ഞ ജീവിതത്തിന് പ്രകാശമായി നാം തീരുന്നുണ്ടോ? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ ദീപമാണ്. ദീപം മറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല. ദീപം കൊളുത്തിയാൽ അത് പീഠത്തിൽ എടുത്തു വയ്ക്കപ്പെടണം. നോമ്പുകാലത്ത് എടുത്തു വയ്ക്കപ്പെട്ട ദീപങ്ങളായി തീരുകയാണ് മാനവൻ്റെ എരിഞ്ഞടങ്ങൽ. നദി എല്ലാവർക്കും ജീവൻ നൽകുന്നു. നദിയെപ്പോലെ നമുക്കായിത്തീരാൻ പരിശ്രമിക്കാം. യോർദാൻ നദിയിലാണ് യേശു ഇറങ്ങിയത്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു. നൈൽ നദിയിലൂടെയാണ് യോസേപ്പും മാതാവും ഉണ്ണീശോയും യാത്ര ചെയ്ത് തിരുക്കുടുംബ ദേവാലയം എന്ന് പറയുന്ന ഈജിപ്തിലെ ആ സ്ഥലത്തു ചെന്നിറങ്ങി താമസിച്ചത്. നദിയായി തീരാം, നാടിന് നന്മയാകാം, മനുഷ്യർക്ക് പ്രകാശമാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. 50 നോമ്പിലെ ഈ ദിവസങ്ങളിൽ ദൈവമേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് യോർദാൻ നദിയിലേക്ക് ഇറങ്ങി യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയിലേക്ക് ഇറങ്ങി അങ്ങയുടെ ജീവൻ പകരാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, നദി മറ്റുള്ളവർക്ക് ശാന്തി നൽകുന്നു, സമാധാനം നൽകുന്നു, ഉല്ലാസം നൽകുന്നു, ആനന്ദം നൽകുന്നു. ഞങ്ങൾ നദി പോലെ ജീവജാലങ്ങൾക്ക് ജീവൻ നൽകുന്നവരായി തീരുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ചിന്തകളിൽ, പ്രവർത്തനങ്ങളിൽ, പുഞ്ചിരികളിൽ അളവ് കൂടാതെ ആത്മാവിനെ നൽകുന്ന ദൈവമേ, മാമോദീസ ജലം ഒരിക്കൽ കൂടി ഞങ്ങളുടെ ശിരസിലൊഴിക്കുന്ന അനുഭവം നൽകണമേ. നവീകരിക്കപ്പെട്ടവരാക്കണമേ. ആമേൻ. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. മറ്റുള്ളവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.